നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. സ്പീക്കറുടെ ഡയസിൽ കയറി ബാനർ ഉയർത്തി പ്രതിപക്ഷം. സ്പീക്കറുടെ കസേരയ്ക്ക് സമീപത്തേക്ക് പ്രതിപക്ഷം ചാടിക്കയറി. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റവും രൂക്ഷമായി. ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയില്ല. നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. ഉത്തരവേള ആരംഭിച്ച ഒരു സമയം മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിയമസഭയിൽ കാണാമായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിരവധി ചോദ്യങ്ങൾ, ഏതാണ്ട് 45ഓളം ചോദ്യങ്ങൾ ഈ പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെയൊക്കെ തന്നെ ഈ അൺസ്റ്റാർഡ് ആക്കി, അതായത് ആ ചോദ്യങ്ങളൊക്കെ തന്നെ ബോധപൂർവം മാറ്റി എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിൽ ചോദ്യോത്തര വേളയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ നാടകീയമായ രംഗങ്ങൾ. അതിനുശേഷമാണ് ഈ ഒരു അടിയന്തര പ്രമേയം വിഷയം വരുന്നത്. അടിയന്തര പ്രമേയം 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ചയ്ക്ക് സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. അതായത് മലപ്പുറം പരാമർശത്തിലായിരുന്നു അടിയന്തര പ്രമേയ ചർച്ച. ഇതിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ വലിയ രീതിയിലൊരു ബഹളമായതോടുകൂടി ഈ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി വളരെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു വാക്പോര് നമുക്ക് നിയമസഭയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ മന്ത്രി എം.ബി. രാജേഷും പ്രതിപക്ഷ നേതാവ്, അത്തരത്തിൽ അതോടൊപ്പം തന്നെ സ്പീക്കറും പ്രതിപക്ഷ നേതാവ്, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാക്പോര് പലരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നതാണ് കണ്ടത്. അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ നേർക്കുനേർ ആരോപണങ്ങൾ ഉന്നയിച്ച് അഴിമതിക്കാരനെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് ചുറ്റും അവതാരങ്ങളാണെന്നും ജനം എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്നുമായിരുന്നു കുറ്റപ്പെടുത്തിയത്. അഴിമതിക്കെതിരായ പിണറായിയുടെ പരാമർശം ചെകുത്താൻ വേദമോതും പോലെയാണ് എന്നുള്ളത് വി.ഡി. സതീശൻ പരിഹസിച്ചു. പിന്നാലെ രൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി നൽകി. നിങ്ങൾക്ക് നിലവാരമില്ലെന്നും എന്നെ അഴിമതിക്കാരനാക്കാൻ നോക്കേണ്ടതും ജനം വിശ്വസിക്കില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സമൂഹത്തിന് മുന്നിൽ പിണറായി വിജയൻ ആരാണ് എന്നുള്ളത്, സതീശൻ ആരാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി നൽകി. തുടർന്ന് പ്രതിഷേധിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ കസേരയ്ക്ക് സമീപത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ബാനർ ഉയർത്തിക്കൊണ്ട് ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ സ്പീക്കറുടെ ഡയസിനകത്തേക്ക് കയറി മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധം ഉയർത്തിയതോടുകൂടിയാണ് പിന്നീട് വാച്ച് ആൻഡ് ഗാർഡ് ഉൾപ്പെടെ എത്തി കൂടുതൽ സുരക്ഷ ശക്തമാക്കി. സഭാ നടപടിക്രമങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് സ്പീക്കർ പൂർത്തിയാക്കി സഭ പിരിയുകയാണ് ചെയ്തതിനു ശേഷം പ്രതിപക്ഷ നേതാക്കൾ നിയമസഭയ്ക്ക് പുറത്തും പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവുമായി സഭയ്ക്ക് പുറത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വളരെ കൃത്യമായ ചോദ്യങ്ങൾ സഭയ്ക്ക് മുന്നിൽ ഉന്നയിക്കുമ്പോൾ അതിനെ മനഃപൂർവ്വം മാറ്റാനുള്ള ഒരു ശ്രമമാണ് സർക്കാരിന്റെയും സ്പീക്കറിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ചരിത്രത്തിൽ ഇന്നേ വരെ പറയാത്ത വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതും പ്രതിപക്ഷം ആരോപിച്ചു. മാത്രമല്ല, ചില പ്രത്യേക പരാമർശങ്ങൾ, അതായത് മുഖ്യമന്ത്രി സംസാരിക്കുന്നതും സ്പീക്കർ സംസാരിക്കുന്നതും മാത്രം സഭാ ടിവിയിൽ കാണിക്കുകയും പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനഃപൂർവ്വം സഭാ ടിവിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത നിലപാട് അംഗീകരിക്കാനാകില്ല. ഏകാധിപത്യപരമായിട്ടുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഒക്കെ തന്നെ സ്വീകരിച്ചു പോകുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയിൽ ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നൽകിയാണ് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിയത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തെ തുടർന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് ഉൾപ്പെടെ പ്രതിപക്ഷാംഗങ്ങൾ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇന്നത്തേക്ക് സഭ പിരിഞ്ഞത്. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.